ബിജു ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ എല്ലാ പ്രേക്ഷകരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പ്രധാനമായും നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മളെ ഉറ്റുനോക്കുന്ന സുഡാപ്പികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആ വിഷയം എടുക്കുകയാണ്. ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചത്? 100ഓളം ഹൈന്ദവ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഒരു ക്ഷേത്രത്തിൽ കൊന്നു കുഴിച്ചുമൂടി എന്ന് കേൾക്കുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം തോന്നും. കാരണം നടന്നത് ക്ഷേത്രത്തിലാണല്ലോ, അതുകൊണ്ട് അവർക്ക് ഒരു സന്തോഷം തോന്നും. അങ്ങനെ സന്തോഷിച്ച് അവരിയ്ക്കുകയാണ്. ആ സന്തോഷത്തിന്റെ പുറത്ത് അവര് നമ്മുടെ എല്ലാ വീഡിയോയും കാണുകയും അതിന്റെ താഴെ വന്ന് കമന്റ് അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ധർമ്മസ്ഥല എടുക്കാത്തത്? അത് സ്വാഭാവികമായിട്ടും സാധാരണ പ്രേക്ഷകനും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ധർമ്മസ്ഥലയെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ധർമ്മസ്ഥലയുടെ ഇതുവരെ നടന്ന സംഭവ വികാസവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തായാലും ധർമ്മസ്ഥല എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിരിക്കുമല്ലോ നല്ലത്. ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു ജൈന അതോറിറ്റി നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വേറൊരു പേരിലാണ്, ഒരു കന്നഡ നാമത്തിലാണ് അത് അറിയപ്പെടുന്നത്. എന്തായാലും ഈ ധർമ്മസ്ഥല ക്ഷേത്രം എന്നുള്ള ഈ ക്ഷേത്രം നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഗൂഢാലോചനകളിലേക്ക് പോകാം. ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ്, ഈ ക്ഷേത്ര ഭൂമിയുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകൾ നടക്കുന്നുണ്ട്. അതായത് ഈ ട്രസ്റ്റുമായിട്ടുള്ള ഭൂമിയുടെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടിപിടികൾ നടക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. അതായത് ധർമ്മസ്ഥല ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിന്ദു ജൈന സമന്വയമാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചുള്ള പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും നടത്തുമ്പോഴും ജൈന ധാർമ്മിക മേൽനോട്ടത്തിലാണ് അത് നടത്തുന്നത്. ഇനി ശ്രദ്ധേയമായിട്ടുള്ള ദാന പരിപാടികൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രതിദിനം 25,000 ആൾക്കാർക്ക് അന്നദാനം അവിടെ കൊടുക്കുന്നുണ്ട്. ചില്ലറക്കാര്യമല്ല, 25,000. ഈ അന്നദാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എവിടെ അന്നം കിട്ടുന്നോ അവിടെ ആൾക്കാർ ആകർഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ RSS പ്രചാരകന്മാർ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിരന്തരം ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കാനാണ് നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ പ്രചാരകന്മാരായിട്ടുള്ള ആൾക്കാർ നിരന്തരമായിട്ട് ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു. പക്ഷെ അവർ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കത്തില്ല ഒരു സ്ഥലത്ത്. കാരണം എവിടെ അന്നം കിട്ടുന്നോ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം. ഇപ്പോൾ ഹ്യൂമൻ സൈക്കോളജിയാണത്. അതുകൊണ്ട് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഡെയിലി നിങ്ങൾ ഒരു വ്യത്യസ്തമായിട്ട് ഒരു സ്ട്രേഞ്ചറിന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പോകും. അപ്പൊ ഈ അന്നം കിട്ടുന്നിടത്തോട്ട് ആൾക്കാർ അടുക്കും. സ്വാഭാവികമായിട്ടും ആ ഐഡിയോളജിയോട് ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നും. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നതിൽ പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കോട്ടയം നസീറിന്റെ ഒരു സഫാരി ചാനലിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇത് കേട്ടു. അതായത് ഞാൻ അമ്പലപ്പറമ്പിൽ ഈ പരിപാടി അവതരിപ്പിച്ച് വളർന്നു വന്ന ഒരുത്തനാണ്. എനിക്ക് അന്നം തരുന്നത് ഈ അമ്പലപ്പറമ്പിലെ ദൈവവും കൂടെ ചേർന്നാണ്. അപ്പൊ അന്നം തരുന്നത് ആരാണോ അവരാണ് എന്റെ ദൈവം എന്ന് കോട്ടയം നസീർ പറയുന്നതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ചില മതമൗലികവാദികൾക്ക് ഇഷ്ടപ്പെടില്ല, മതമൗലികവാദികൾക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ പ്രതിദിനം 25,000 ആൾക്കാർക്ക് അന്നദാനം, ആരോഗ്യ സേവനം, വിദ്യാഭ്യാസ സഹായം, വിവാഹ സഹായം മുതലായ വഴി സാമൂഹിക സേവനം അവിടെ നടത്തുകയാണ്. ഇതൊരു വലിയ സംഭവമാണ്. റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്ട്, മാസീവ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഡൊണേഷൻ നെറ്റ്വർക്ക്. ഇതാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത്. ഹെഗ്ഗഡെ കുടുംബം എന്ന് പറഞ്ഞ കുടുംബമാണ് ഇത് അവിടെ നടത്തുന്നത്. ഇതാണ് ധർമ്മസ്ഥലയെ കുറിച്ച് എന്താണത്. ഇപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഒരു വലിപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണെന്ന്. ഇനി അവിടെ നടന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിനുശേഷം ബിജു ചേട്ടനിലോട്ട് ഞാൻ വരാം. ഈ ക്ഷേത്രം തകർക്കാനായിട്ടൊരു കോൺസ്പിറസി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം. വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും അവിടെ ഈ ആരോപണങ്ങളെ നമ്മൾ തട്ടിച്ചു നോക്കാൻ ആളല്ല. നമ്മൾ നിയമപരമായിട്ട് തന്നെ ഇത് തട്ടിച്ചു നോക്കണം. ഒരു ഉദാഹരണം പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു കടലാസ് ഉദാഹരണമാണെങ്കിൽ അത് പറയാം. ഇവിടെ ഒരു ഗോപൻ സ്വാമിയുടെ സമാധി ഉണ്ടായിരുന്നു. ഗോപൻ സ്വാമിയുടെ സമാധി അതിനകത്ത് ഗോപൻ സ്വാമിയെ കുഴിച്ചുമൂടി. ഗോപൻ സ്വാമിയെ കുഴിച്ചുമൂടിയപ്പോൾ നമ്മൾ വിശ്വാസപരമായിട്ട് അത് പൊളിക്കരുതെന്നല്ല നമ്മൾ പറഞ്ഞത്. മറിച്ച് അത് പൊളിക്കണം. നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് മരിച്ചതാണോ അല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടിയാണോ തെളിയിക്കണമെന്ന് പറഞ്ഞു അത് പൊളിച്ചു. ഹിന്ദു മതത്തിൽ ഇതൊക്കെ നടക്കും എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ ഈസി ആയിട്ട് നടക്കും, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തോളൂ എന്ന് തന്നെ പറയും. അതിന് എത്ര വലിയ പുണ്യപുരാതന ക്ഷേത്രമാണെങ്കിൽ. അതുകൊണ്ടാണ് ഇത് തകർക്കാൻ എളുപ്പമെന്ന് പല ആൾക്കാരും പറയുന്നത്. ഇനി തീയതി വയസ്സ് നോക്കുകയാണെങ്കിൽ ജൂലൈ 3, 2025 ഒരു മുൻ ശുചീകരണ തൊഴിലാളി എത്തുന്നു.
ബത്ലാങ്ങാടി കോടതിയിലാണ് എത്തുന്നത്. BNSന്റെ സെക്ഷൻ 183 പ്രകാരം കോടതിയെ അയാൾ സമീപിക്കുന്നു. 1995 മുതൽ 2014 വരെ നിരവധി മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പലരിൽ പെൺകുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് ഇയാൾ നിരത്തുന്ന ഇയാളുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ കിണറിനകത്ത് ഇത് കണ്ടിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങളല്ല, ഈ ബോണിന്റെ അവശിഷ്ടങ്ങളുണ്ടല്ലോ, എന്താ പറയുക, എല്ലിന്റെ അവശിഷ്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈംഗികമായി ഇവരെ പീഡിപ്പിച്ചാണെന്ന് ഇയാൾ പറഞ്ഞ ആധികാരികമായിട്ട് പറയുന്നു. ലൈംഗികമായിട്ട് ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും വിവാദമായി. ധർമ്മസ്ഥലയാണ്. ജൂലൈ 4 DSP ദക്ഷിണ കന്നഡ SP പരാതി ലഭിച്ചു, കേസെടുത്തു. ജൂലൈ 10 ഡൽഹി വനിതാ കമ്മീഷൻ സ്വയം കേസെടുത്തു. ബോർഡിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 11 കേസ് രേഖയിൽ ഈ ശരീരാവശിഷ്ടങ്ങൾ ഇയാൾ ഹാജരാക്കുന്നു. സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ സയോഗാമണി കേസായി എടുത്ത് 7 ദിവസത്തിനുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മുൻ തൊഴിലാളിയുടെ മൊഴി ജൂലൈ 16 രേഖപ്പെടുത്തു. മാസ് ഗ്രേവ്സ് സംഭവം വീണ്ടും വാർത്തയാകുന്നു. പൊതുജന സമ്മർദ്ദത്താൽ സിദ്ധരാമയ്യ SIT രൂപീകരിക്കുന്നു. ജൂലൈ 21 ബാംഗ്ലൂർ കോടതി ഹാജരാക്കിയ ഒരു അനുകൂല നിർദ്ദേശം അംഗീകരിച്ച് ലിങ്കുകളും മറ്റും, എന്നാൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലെ ലിങ്കുകളും മറ്റും ബാൻ ചെയ്യാനായി കോടതി ഉത്തരവിടുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. ഇവിടെയുള്ള പല ആൾക്കാരും ഇത് അതിഭീകരമായിട്ട് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പല അറിഞ്ഞുകൂടാത്ത എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിൽ തെറ്റിദ്ധാരണയുമുണ്ട്, വാസ്തവങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ധർമ്മസ്ഥലയിൽ നിന്ന് ശവശരീരങ്ങൾ കിട്ടിയിട്ടില്ല. അത് തെറ്റായിട്ടുള്ള വാർത്തയാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഇതൊരു ആരോപണമാണ്. ഞാൻ ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ കേട്ടതാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു നമ്മുടെ ഈ ആക്ടിവിസ്റ്റ് വന്ന് പറയുകയാണ്, ശബരിമല മലയരയന്മാരുടെ ക്ഷേത്രമാണ്. എന്താ തെളിവ്? അതൊരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ 18ാം പടി പൊളിച്ചു നോക്കിയാൽ മതി. പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് കല്ല് എടുത്ത് മലത്തി ഇട്ട് കഴിഞ്ഞാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മലയരയ സഭ വകയെന്ന്. എന്തൊരു ഈസിയാണോ! അയ്യോ, അങ്ങ് പറഞ്ഞു കളഞ്ഞു, അങ്ങ് പൊളിച്ചങ്ങ് മലത്തി ഇട്ടാൽ മതി എന്ന്. ഒരു പുകമറ സൃഷ്ടിക്കാനായിട്ട് അയാൾക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഇവിടെ ധർമ്മസ്ഥലയിൽ നിന്ന് ശവശരീരം കിട്ടി എന്നുള്ള വാർത്തയുണ്ട്. തെറ്റാണ്, കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പല സ്ത്രീകളും കാണാതായി എന്നുള്ള വാർത്തകളുണ്ട്. അത് സത്യമാണ്. ആ സ്ഥലത്ത് നിന്ന് പല സ്ത്രീകൾ കാണാതായി എന്നുള്ള വാർത്തകളുണ്ട്. FIR ഇല്ല എന്ന് മാത്രമല്ല, പോലീസ് FIR ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കുഴിച്ചിട്ട മാസ് ഗ്രേവ് ഫോട്ടോകൾ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. അതായത് അവിടെ നിന്നും കണ്ടെത്തിയ ഫോട്ടോകളാണെന്ന് പറഞ്ഞ് വലിയ ഫോട്ടോകൾ പ്രചരിക്കുന്നുണ്ട്. ഇല്ല, തെറ്റാണ്. ചിലത് IT, അതായത് AI ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി പുറത്തെടുത്ത ഈ ബോൺസിന്റെയൊക്കെ ഫോട്ടോസാണ്. അത് തെറ്റാണ്. ഉറപ്പില്ലാത്ത ചിത്രങ്ങളാണ്. അവിടെ യാതൊരുവിധ തെളിവുമില്ല. ഇത് അവിടുത്തെ ചിത്രങ്ങളാണ്. അത് അങ്ങനത്തുള്ള കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പ്രചരിപ്പിക്കുന്നതാണ്. ഇനി ശവങ്ങൾ പൂർവ്വകാലത്ത് വെട്ടി അവിടെ നിന്നും മറവ് ചെയ്തു എന്നുള്ള ആ ഒരു സ്ഥിരീകരണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ജീവനക്കാരന്റെ ഒരൊറ്റ മൊഴിയിൽ മാത്രം അടങ്ങി നിൽക്കുന്ന സംഭവമാണ്. വേറെ ഒരു കാര്യങ്ങളും ഇത് വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് ജീവനക്കാരന്റെ മൊഴി മാത്രമാണ് ഇതിൽ പോലീസ് ഉള്ളത്. ഇനി ഇതിലെന്താണ് തുടർ നടപടി? ഈ ജീവനക്കാരന്റെ ഒരു മൊഴി മാത്രമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ് ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഇത്രയും കാര്യങ്ങൾ പുകമറയായിട്ട് നിൽപ്പുണ്ട്. ഇപ്പൊ ഈ പുകമറയെല്ലാം ക്ലോസ് ആയെന്ന് കരുതുന്നു. ചേട്ടാ, ആരാണ് ഇതിന് പിന്നിൽ? എന്താണ്? ധർമ്മസ്ഥലയെ തകർക്കാനുള്ള ശ്രമമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞു, ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞ ചാനൽ വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും ആണെങ്കിലും അതിനു മുകളിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജുഡീഷ്യറിയും എന്ന് പറയുന്നത്. അന്വേഷിക്കണം ഉറപ്പായിട്ടും. ഇപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ. പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു, സ്വാഭാവികമായിട്ടും അന്വേഷിക്കണം. അന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിനു പിന്നിൽ ഇങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട് എന്ന് ബോധിപ്പിച്ചതാണ്. എന്താണ് നടക്കുന്നത്? ഇത് സിനിമകളിൽ പോലും കാണാത്ത തരത്തിലുള്ള അതിദുരൂഹമായ ഇല്ലെങ്കിൽ അതിഭാഗവത്വം നിറഞ്ഞ ഒരു കേസ് എന്ന് പറയാം. ഞാൻ ഇതുവരെ നമ്മുടെ സിനിമകൾ ഒരുപാടുണ്ട്, ഹൊറർ സിനിമകളൊക്കെ മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കഥയെന്നല്ല, അതിനെ വെല്ലുന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഏതാണ്ട് ഈ വാർത്ത വന്നപ്പോൾ 9,000-ഓളം ഓൺലൈൻ സ്റ്റോറികൾ, ഓൺലൈൻ മീഡിയാസ്, അതിനകത്ത് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് തേടൈ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ, അവരാണ് ഇപ്പൊ കേസിന് പോയിരിക്കുന്നത്.
ഇവര് ഇത് നേരെ ആംഗിൾ തിരിച്ച് ധർമ്മശാല ക്ഷേത്രത്തിന്, അത് മഞ്ജുനാഥ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിനെതിരെയാണ് ഇവർ വാർത്ത ചെയ്യുന്നത്. രണ്ടാമത് ഇവർ പറയുന്നത് അതിനകത്ത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളല്ല, ഇത് ഈ പൂജാരികളും അതുപോലെ തന്നെ ഇതിന്റെ ധർമാധികാരി ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള വാർത്തകളാണ്. അങ്ങനെ 9,000 വാർത്താ സ്റ്റോറികൾ, 9,000 സ്റ്റോറികളും 9,000 ലിങ്കുകളും വിലക്കാൻ കോടതി ഉത്തരവിട്ടു. ഇതിന്റെ പിന്നാലെയാണ് ഈ തേടൈ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയിലിട്ട് തന്നെ പൊക്കോളൂ, അവിടെ അല്ലേ ഇത്, ബാക്കി അവിടെ അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതായത് ഇത് ഒരു ദേശീയ തലത്തിൽ ഹൈലൈറ്റ് ചെയ്യായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 164 അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി ഒരു മൊഴി കൊടുത്തു. ഈ മൊഴി കൊടുക്കാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തലയോട്ടി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ തലയോട്ടി. അവിടെ മുതലാണ് ഇത് അന്വേഷണം. ഇതിനകത്ത് സുപ്രീം കോടതി ജഡ്ജിമാരടക്കം ഇതിനകത്ത് ഇടപെടുകയും ഇദ്ദേഹത്തെ ദേഹമാസകലം മൂടി അവിടെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഇനി എവിടെയാണ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അത് താൻ വിശ്വാസമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് മാത്രമേ പറയൂ. ഇദ്ദേഹം ഒരു SI ആയിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ വിശ്വാസമുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനോടെ പറയൂ എന്ന് ഈ വ്യക്തി ശുചീകരണ തൊഴിലാളി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന കാര്യം ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും മാത്രമല്ല, അവിടെ ഈ ഭിക്ഷാടനത്തിനും മറ്റും ധാരാളം പേര് ഈ ധർമ്മശാലയിൽ എത്താറുണ്ട്. അപ്പോ ആ ഭിക്ഷാടനത്തിനും മറ്റും എത്തുന്നവരെ കസേരയിൽ ഇരുത്തി കൈയൊക്കെ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ വെച്ച് കൊല്ലുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നുകൂടി ഇദ്ദേഹം പറയുമ്പോൾ മരണത്തിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇദ്ദേഹം വർക്ക് ചെയ്തത് 1995 മുതൽ ഉള്ള കാലയളവാണ്. 10 വർഷത്തോളം 2014 വരെ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2004 വരെ, അതിനുശേഷം ഇദ്ദേഹം ഒളിവിൽ പോവുകയായിരുന്നു. അപ്പൊ എന്റെ കുടുംബത്തിനും എനിക്കുമൊക്കെ സംരക്ഷണം തന്നാൽ ഞാനിത് പറയാം, ഇതിന്റെ പിന്നിൽ വലിയ ആൾക്കാരാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം. ഇതിനകത്ത് കുറേയധികം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ അന്വേഷണ സംഘം രൂപീകരിക്കണം എന്നൊരു വലിയ സമ്മർദ്ദം സംസ്ഥാന സർക്കാർ, സിദ്ധരാമയ്യ സർക്കാരിനെതിരെ ഉയർന്നു വന്നു. എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. ഇതിനിടയിൽ ക്ഷേത്ര ട്രസ്റ്റ് പറഞ്ഞു എത്രയും പെട്ടെന്ന് അന്വേഷണം തുടങ്ങണം, ഏത് അന്വേഷണത്തിനും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്, അന്വേഷണം തുടങ്ങണമെന്ന് പറയുന്നു. അങ്ങനെ 24 അംഗ സംഘം അന്വേഷണത്തിന് 4 IPS ഓഫീസർ അടക്കം 24 അന്വേഷണ സംഘത്തെ ഇന്നലെ പ്രഖ്യാപിക്കുകയും അവരതിന്റെ പ്രവർത്തനം തുടങ്ങാനിരിക്കുമ്പോഴാണ് പുതിയൊരു വാർത്ത വരുന്നത്. അതിനകത്തുണ്ടായിരുന്ന ഏക വനിതാ IPS ഓഫീസറായ സൗമ്യലത IPS ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറി. അവർ പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ കാര്യം കൊണ്ട് പിന്മാറി. അതൊരു വലിയ വാർത്തയായി മാറി. അപ്പോൾ കർണാടക സർക്കാർ പറയുന്നത് അതിന് പകരം വേറൊരു വനിതാ ഓഫീസറെ ഞങ്ങൾ അതിൽ അപ്പോയിന്റ് ചെയ്യും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് കുറച്ചുകൂടി വലുതാകുകയും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് എവിടെ അന്വേഷണം തുടങ്ങണം എന്നൊരു വലിയ സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ കാരണം ഇപ്പോൾ തന്നെ 95 മുതലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. അത് തന്നെ ഏതാണ്ട് 30 വർഷമുണ്ട്. അപ്പോൾ അതിനു മുൻപുള്ള മിസ്സിംഗ് കേസുകൾ അടക്കം ഇപ്പോൾ അനവധി പരാതികളാണ് ലഭിക്കുന്നത്. അതായത് പോലീസിൽ പരാതി കൊടുത്ത കേസുകളുണ്ട്, അതായത് ആളുകളെ കാണാനില്ല, നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മിസ്സിംഗ് കേസുകളുണ്ട്, പിന്നീട് പോലീസ് അന്വേഷിച്ച് എഴുതി തള്ളിയ കേസുകളുണ്ട്. അങ്ങനെ 40 വർഷം മുമ്പുള്ള മിസ്സിംഗ് കേസുകളും ഇപ്പൊ ചിലർ പരാതിപ്പെടുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ കാര്യം, മുൻപ് പോലീസിൽ പരാതിപ്പെടാതിരുന്നവർ, ചിലപ്പോൾ നമുക്കറിയാം ചില വീടുകളിൽ നിന്നൊക്കെ ചിലർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പരാതിപ്പെടാനൊന്നും മുൻകാലങ്ങളിൽ പോലീസിലൊന്നും ആരും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അപ്പൊ പിന്നെ നമ്മൾ അവര് മരിച്ചുപോയി ഇനി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കൊടുത്ത് ഈ പരാതി ഈ ധർമ്മസ്ഥല വിട്ടിട്ട് കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരാതികൾ വരാൻ തുടങ്ങി. അതെല്ലാം ഈ ധർമ്മസ്ഥലയായിട്ട് കണക്ട് ചെയ്താണ് വരുന്നത്. ഇത് കൂടാതെ ഇവിടെ നടക്കുന്ന വണ്ടി ആക്സിഡന്റുകൾ, ചില ആക്സിഡന്റ് മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നും ചില വാഹനങ്ങൾ കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലുമൊക്കെ ഈ ഇടിച്ചിട്ടിരിക്കുന്ന വാഹനം കിട്ടാതെ പോയ സംഭവങ്ങളും. അപ്പൊ അങ്ങനെയുള്ള വാഹനത്തിന്റെ കേസുകളും ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഈ SIT അന്വേഷണം എന്ന് തീരുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. കാരണം ഇത് വളരെ വൈഡായിട്ട് കിടക്കുന്നു. 40 വർഷം മുമ്പ് തൊട്ടുള്ള മിസ്സിംഗ് കേസുകൾ, ആക്സിഡന്റ് കേസുകൾ, മറ്റ് കേസുകൾ എല്ലാം ഇതിന്റെ പരിധിയിലേക്ക് വരികയാണ്. കൊലപാതക കേസ് ഉൾപ്പെടെ. ഈ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടു. അതായത് നമ്മുടെ നാട്ടിന്റെ പ്രത്യേകത അങ്ങനെയാണ്. എവിടെങ്കിലും ഒരിടത്തൊരു സംഭവം നടന്നു, ഇപ്പൊ ഒരു മോഷണം നടന്നു, ഒരു കള്ളൻ മോഷണം നടന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ആണെങ്കിൽ നമ്മൾ പറയും പിന്നെ ഞാൻ നമ്മുടെ വീടിന്റെ അതുവഴി പോയായിരുന്നു, ഒരു 2 പവൻ പോയി, പിന്നെ ഞാൻ പരാതി ഒന്നും പെട്ടില്ല. ഇത് പിന്നെ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോ 20 പവനാവും, 200 പവനാവും. ഇതാണ് നമ്മുടെ ഒരു ഈ പെറ്റി കേസിന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരുന്നവന്റെ തലയിൽ എല്ലാം അവിടെയുള്ള കഞ്ചാവ് കേസും പെണ്ണ് കേസും എല്ലാം ഇവന്റെ തലയിൽ തെളിയാത്ത എല്ലാ കേസും എടുത്ത് വെച്ചു കൊടുക്കും എന്ന് പറയുന്നത് പോലെയാണ് സെറ്റപ്പ്. അതേസമയം പോലീസിനെ അറിയാം ഈ തെളിയാത്ത കേസുകൾ അവന്റെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊരു കാലത്തും തെളിയാനും പോകുന്നില്ല എന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാം.
അല്ല അതല്ല, നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുറുവാ സംഘം ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെയോ കുറുവാ ഉം. സംഘത്തെ കണ്ടു എന്നൊരു വാർത്ത വരുന്നു. ഇതുവരെ എവിടെയെങ്കിലും ഒരു കുറുവയെ പിടിച്ചിട്ടുണ്ടോ, കുറുവാ സംഘത്തെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ള വാർത്ത ഞാൻ ഇതുവരെ കണ്ടില്ല. ആരുടെയെങ്കിലും ഒരു ഷർട്ടില്ലാത്ത ഫോട്ടോ രാത്രി നടക്കാൻ പോകുന്നവരുടെയൊക്കെ എടുത്ത് ഇത് കുറുവാ സംഘമാണ്, പിന്നെ കുറുവാ സംഘം എക്സർസൈസ് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. ഞാൻ അതാണ് ഞാൻ എനിക്ക് കണ്ടു ഞാൻ കണ്ടു എന്നെ ചിരിപ്പിച്ച. വലിയ രീതിയിൽ അവർ ജിമ്മൊക്കെ ചെയ്തിട്ടാണ് ഇതിന് പോകുന്നത്. രാവിലെ തൊട്ട് അവർ എഴുന്നേറ്റ് ഒരു ഉം, 2 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കും എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത, അങ്ങനെ പല കഥകളും വരുന്നത്. ഉം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, സാധാരണയാണ്, എല്ലായിടത്തും ഉള്ളതാണ്. എല്ലാവരും കുറ്റം പറയുന്നതല്ല ഞാൻ. കുറുവ ഇറങ്ങി എന്ന് പറഞ്ഞു, എല്ലായിടത്തും കുറുവളെ കാണാൻ തുടങ്ങി. ഇതിനു മുമ്പ് ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങി എന്ന് പറഞ്ഞു, എല്ലായിടത്തും ബാറ്റ്മാനെ കാണാൻ തുടങ്ങി. പിന്നെ യക്ഷിയെ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ ഈ ധർമ്മസ്ഥലയിൽ നടക്കുന്ന ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തിനെ തുടർന്ന് 40 വർഷം മുൻപുള്ള മിസ്സിംഗ് കേസുകൾ, കൊലപാതകങ്ങൾ, വണ്ടിയിടി കേസുകൾ ഉൾപ്പെടെ ഈ അന്വേഷണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് എവിടെ തുടങ്ങണമെന്നറിയില്ല. ഇനി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്, എന്നെ കൊണ്ടുവന്നാൽ എവിടൊക്കെയാണ് കുഴിച്ചിട്ടതെന്ന് കാണിക്കാം, എനിക്ക് വിശ്വാസമുള്ള ഓഫീസർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതെ അതുകൊണ്ട് അതെ തന്നെ ആയിരിക്കാം കൂടുതൽ IPS ഓഫീസേഴ്സിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ, അവിടെ പറയുന്നു കുഴിച്ചു നോക്കും. ഈ കുഴിച്ചു നോക്കാൻ പറയുന്നതിൽ ചില സ്ഥലങ്ങൾ, ഇത് ശുചീകരണ തൊഴിലാളി പറഞ്ഞത് കാരണം അവിടുത്തെ പരിഭാവനമായി കരുതുന്ന ചില നദിയുടെ ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചില, ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനി അയള് കൊടുത്ത മൊഴിയാണോ, നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ ഉണ്ടാക്കിയ മൊഴിയാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യന്തം അപകടകരമായ ഒരു കാര്യത്തിലേക്ക് പോകും. കാരണം ഇങ്ങനെ ഒരു ഗോസിപ്പ്, ഇനി അയാൾ കൊടുത്ത മൊഴി ആണോ എന്നറിയില്ല കേട്ടോ. അയാൾ കൊടുത്ത മൊഴിയിൽ ഇങ്ങനെയാണ് അയാൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അതിനകത്ത് അയാൾ അഡീഷണൽ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം, ഈ കസേരയിൽ ഇരുത്തി കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരു മൊഴിയാണ് ഇപ്പൊ അഡീഷണൽ ആയിട്ട് പുറത്തു വന്നത്. ഏതായാലും ഇതിനി അയാൾ പറഞ്ഞതാണോ മറ്റുള്ളവർ ഉണ്ടാക്കിയതാണോ, ഈ ക്ഷേത്രത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ തന്നെ ഇതുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ 800 വർഷത്തിന് മേൽ പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് ആലോചിക്കണം ഈ ക്ഷേത്രം പണിതത്. അപ്പൊ കൊന്നിടണമെങ്കിൽ അതിനു മുമ്പേ കൊന്നിടേണ്ടി വരുമായിരിക്കും. ഇതിപ്പോ 40 വർഷത്തിന് മുമ്പുള്ളതാണ് ഇപ്പൊ അന്വേഷിച്ചു തുടങ്ങുന്നത്, അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഒക്കെ. അപ്പം ഇത് പൊളിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. രണ്ടാമത്തേത്, ചിലപ്പം ഇതിപ്പം അവിടെ കുഴിച്ചിട്ടപ്പോ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്, അതിനകത്തൊന്നും തെറ്റും പറയുന്നില്ല. ഇനി അന്വേഷിക്കേണ്ട വിഷയം, ഇത്തരത്തിലുള്ള മരണങ്ങളിൽ മുമ്പ് അവിടെ ഏതെങ്കിലും ഡെഡ് ബോഡി കുഴിച്ചിട്ടോ എന്നറിയണം. ഇനി അവിടുന്ന് കിട്ടിക്കഴിഞ്ഞ ഡെഡ് ബോഡിയുടെ DNA പരിശോധിക്കണം. ഈ DNA പരിശോധിക്കാനായിട്ട് ഇത് നിന്ന് ഡെഡ് ബോഡി കിട്ടിയോ? അത് കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്ന് കിട്ടിയോ? ഡെഡ് ബോഡി അല്ല കിട്ടിയത്, കുഴിച്ചിടപ്പെട്ട സ്ഥലത്തിന്റെ ഈ ബോണിന്റെ ചില പീസുകൾ കിട്ടി അവർക്ക്, ഈ ഇയാള് പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചപ്പോൾ. അത് യാഥാർത്ഥ്യമായിരുന്നു. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് പറയുന്നത് കിട്ടിയത് അല്ല, അതാണ് ധനുഷ് ആദ്യം പറഞ്ഞ കാര്യം. ഇവരുടെ ക്ഷേത്രത്തിന് വലിയൊരു സ്ഥലമുണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, അത് ഓൾറെഡി കേസിലാണ്. ഇതിനകത്ത് തന്നെ മുമ്പ് ഇതിനകത്ത് ഒരു വാർത്ത വരുന്നത്, ഇതിനകത്ത് മരിപ്പ് നടക്കുമ്പോൾ കുഴിച്ചിടുമായിരുന്നു ഇതിന്റെ ഒരു ഭാഗത്ത്. ശരിക്കും പറഞ്ഞാൽ ഇത് ധർമ്മസ്ഥലയുടെ പേരിലാണ് ഇത്ര സ്ഥലത്തർക്കം ഉണ്ട് ഇതിൽ. ഒന്നല്ല, ഒരുപാട് സ്ഥലത്തൊക്കെ കേട്ടുണ്ട് ഇതിനകത്ത്, ഏക്കറണക്കിന് ഭൂമിയുണ്ട്. ഇതാണ് ഒന്ന്. ഇത് ധർമ്മസ്ഥല ആണെന്ന് വെച്ച് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന 30 സെന്റോ 10 സെന്റോ അല്ല, ഏക്കർ കണക്കിന് കിടക്കുകയാണ്. 100 കണക്കിന് ഏക്കറാണ് വിടർന്ന് കിടക്കുന്നത്. വനപ്രദേശമാണ്, അവിടെയാണ്. അപ്പൊ ഈ വനപ്രദേശത്ത് ശവശരീരങ്ങൾ മറവ് ചെയ്തതാണോ, ഇത് ആരുടെയാണ്? അപ്പൊ സ്വാഭാവികമായി DNA ടെസ്റ്റിലേക്ക് പോകണം. DNA ടെസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആര് മിസ്സിംഗ് ആണ്, ആരുടെയാണെന്ന് അറിയണം. അവരുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഇതുമായി പരിശോധിച്ചാൽ മാത്രമല്ലേ ഇത് അവരുടെ കുടുംബത്തിലെ അംഗമാണോ എന്ന് അറിയാൻ കഴിയും. ഇത് ഒരു വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കും. ഈ 40 വർഷം മുമ്പ് പോയി ഒരു രേഖയുമില്ലാത്ത മിസ്സിംഗ് കേസുകളടക്കം വീണ്ടും ഇത് എങ്ങനെയാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം പോലീസ് എനിക്ക് തോന്നുന്നത് കുറെ വർഷം അന്വേഷിച്ചു കഴിയുമ്പോൾ 7 വർഷമോ മറ്റോ ആണെന്ന് തോന്നുന്നു, മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഇല്ല എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ പോലീസ് ഈ 40 വർഷമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പലതും എഴുതിത്തള്ളിയ കേസുകളുണ്ട്. പിന്നെ പോലീസിന്റെ അടുത്ത് പരാതി പറയാത്തവർ, അതായത് 10-30 വർഷം മുമ്പ് നമ്മുടെ കുടുംബത്തിൽ നിന്നോ ഇല്ല വീട്ടിൽ നിന്നോ കാണാതായ ഒരാളെ കുറിച്ച് പോലീസിൽ പോലും പരാതി പറയാതിരുന്നവർ പോലും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ധർമ്മസ്ഥല വിട്ടുപോയി കേസ്, അത് സ്വാഭാവികമാണ്. ഇപ്പം എന്റെ അപ്പൂപ്പൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ വീട് വിട്ടു പോയതാ. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എനിക്ക് വേണമെങ്കിൽ നാളെ പറയാലോ, പുള്ളി ധർമ്മസ്ഥലയിൽ ആരാക്കൊന്ന് കുഴിച്ചിട്ടിരിക്കണം എന്ന് പറയാലോ. മറ്റേ ഇവിടെ സ്വർഗമാണ് സിനിമയിൽ ജഗതിയിലെ ഒരു സീനുണ്ട്. അതായത് വെള്ളക്കെട്ട് പരിഹരിക്കണം, വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് അത് നമ്മുടെ സ്ഥലമാണ്, പക്ഷെ സർക്കാർ പരിഹരിച്ചു തരണം. അപ്പൊ ജഗതി പറയും, ഒരു മുതലക്കുഞ്ഞിനെ കിട്ടുമോ, ഒരു മുതലക്കുഞ്ഞിനെ കിട്ടുമെങ്കിൽ അതിനകത്തോട്ട് ഇറക്കി വിട്ടുകൊടുക്കും, ഞാൻ വേണമെങ്കിൽ സപ്ലൈ ചെയ്ത് തരാം, സർക്കാർ വന്ന് നൈസായിട്ട് അതിനെ പിടിച്ചോണ്ട് പോയി വെള്ളക്കെട്ട് പരിഹരിച്ചു തരുമെന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ തോന്നുന്നത്.
ഇനി ഇനി ഇത് കേരളത്തിലും, അത് ഏത് സംഭവം ഉണ്ടായാലും കേരളത്തിലാണല്ലോ അതിന്റെ മറ്റൊരു അലയിലും ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്നും ഉം. സമാനമായ രീതി 2 റിപ്പോർട്ടിംഗ് ചില മാധ്യമങ്ങൾ ചെയ്തിരുന്നു. അവിടെ ഒരു ഉം. ആക്സിഡന്റ് നടന്നു, ഒരു വാഹനാപകടം നടന്നു. ആ വാഹനാപകടത്തിന്റെ വാഹനം നിർത്താതെ പോയി. അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഇതിന്റെ പിന്നിൽ വമ്പന്മാരാണ് എന്ന് പറഞ്ഞു. ധർമ്മസ്ഥലയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇതേപോലെയുള്ള ഉം. അനവധി ആക്സിഡന്റ് കേസുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഉം. ഇത് എവിടെ തുടങ്ങണം എന്നുള്ളതിന്റെ ഒരു മീറ്റിംഗ് ആണ് ഇപ്പോൾ നിലവിൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയെങ്കിലും ഒരിടത്ത് ഉം. തുടങ്ങണമല്ലോ. സ്വാഭാവികമായിട്ട് ഇത് ആദ്യം തുടങ്ങാൻ പോകുന്നത് ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയിൽ നിന്നായിരിക്കാം. അദ്ദേഹം കൊടുത്ത മൊഴിയിൽ ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടോ ഇല്ലയോ, അദ്ദേഹം മൊഴി അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, അതോ മാധ്യമ സൃഷ്ടിയാണോ ഉം. എന്ന് അറിയില്ല. അപ്പൊ അവിടെ ഉം. കുഴിക്കുകയാണെങ്കിൽ അതിന്റെ പ്രശ്നം വേറെയായി മാറും. അത് അവിടുത്തെ സർക്കാരുകളും ഭരണകൂടവും നന്നായി ഭയക്കുന്നു. ഇത് 2 കാര്യത്തിലേക്കാണ് ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതിന്റെ ഒരു നാൾ വഴിയും എന്താണ് ഈ കേസിന്റെ പ്രാധാന്യമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് യെസ്. ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അതായത് ഇതിനകത്ത് ഈ പറഞ്ഞ വ്യക്തികളുടെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അവിശ്വസിക്കുന്നില്ല, സത്യമാണ് എന്ന് തന്നെ നമ്മൾ കരുതുന്നു. പക്ഷെ ഈ ഉം. ക്ഷേത്രം ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, വസ്തു സംബന്ധമായ കേസ് നിലനിൽക്കുന്നു. ആ വസ്തു സംബന്ധമായ കേസ് കൊടുത്തവരൊക്കെ പ്രബലന്മാരാണ് ഈ അതെ. ധർമ്മസ്ഥലുള്ളത്. അതായത് വലിയ ജന്മികളും പ്രബലന്മാരുമാണ്. അതല്ലാതെ ഒരു 2 സെന്റ് വളച്ചു കെട്ടാൻ കൊണ്ട് കൊടുത്ത കേസല്ല. ഉം. പ്രബലന്മാരാണ് ഉം. ഏറ്റുമുട്ടാൻ നിൽക്കുന്ന ഒരു ഭാഗം. ധർമ്മസ്ഥലിന്റെ അധികാരികളും പ്രബലന്മാരാണ്. അപ്പം ആ ഒരു കേസിന്റെ പിന്നിലും ഇതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിൽ ഇതുണ്ട്, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുണ്ട് എന്ന് പറയുമ്പോൾ ക്ഷേത്രം പൊളിപ്പിക്കാനുള്ള നീക്കമാണോ അല്ല ധർമ്മസ്ഥലയുടെ ഖ്യാതി തകർക്കാനുള്ള ശ്രമമാണോ എന്നും ഇത് ആരെങ്കിലും ചിന്തിച്ചാൽ വീരേന്ദ്ര അവരെ തെറ്റു പറയാനും കഴിയില്ല. വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ ഇപ്പൊ പുള്ളിയാണ് രക്ഷാധികാരി എന്ന് പറയുന്നത്. പുള്ളിയാണ് മൊത്തം നടത്തിപ്പ് ഇത് നടത്തുന്നത്. അപ്പൊ വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെയുള്ള ഒരു നീക്കമാണ് ഇതിന്റെ ഭരണം പിടിച്ചെടുക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വേറെ ഒരു സ്ഥലത്തും വരുന്നുണ്ട്. നടക്കുന്നുണ്ട്. അതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ ആൾക്കാർ അവരുടെ മനോരഥം കണക്കാണ് ഈ കൊലയുടെ എണ്ണം കൊടുക്കുന്നത്. ചിലർ 100 കൊടുക്കും, ചിലർ 200 കൊടുക്കും, ചിലർ 300 കൊടുക്കും, അങ്ങനെ പല രീതി കൊടുക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്ന പുതിയ അപ്ഡേറ്റ്സ് ആണ് അവിടെ ഈ ഭിക്ഷാടനത്തിന് വന്നവരെയും കൊന്നു എന്നുള്ളത്. ഇതിനു മുമ്പ് ആ ഒരു ഇത് കാറ്റഗറി വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് കൊലപാതകങ്ങളുടെ കാറ്റഗറി ധനുഷോ എന്ന് പരിശോധിക്കുക. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇനി പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുന്നിടത്ത് അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: അവർക്ക് അടിവസ്ത്രമില്ലായിരുന്നു തന്മറവ് ചെയ്യാൻ പോകുമ്പോൾ. ഒരു പക്ഷേ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ അവരെ പീഡിപ്പിച്ചിരിക്കാം എന്ന് പറയുന്നു. ഒന്ന് ആലോചിക്കണം, ഇത് എല്ലാവരും ലക്ഷ്യം വെക്കുന്ന, ആംഗിൾ വെക്കുന്ന ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഒരു ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഒരു വനമേഖലയാണ് ഇതിന്റെ പല ഭാഗങ്ങളും. വലിയ വിസ്തൃതിയായൊരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നടന്ന ധനുഷ് നേരത്തെ പറഞ്ഞ ഈ ഒരു കേസ് എല്ലാവരുടെ കൂടെ ഒരുത്തിന്റെ തലയെ കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന മിസ്സിംഗ് കേസുകൾ, പിന്നെ അതുപോലെ തന്നെ എല്ലാം ഇതിൽ വെക്കുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തായാലും SIT രൂപീകരിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക അന്വേഷണ സംഘം വേണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെ ആവശ്യം. അതെന്തായാലും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഓഫീസേഴ്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരിപ്പോ മംഗലാപുരത്ത് നിന്ന് യാത്ര തിരിക്കും, ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ധർമ്മസ്ഥലിൽ എത്തും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അന്വേഷിക്കട്ടെ, കല്ലും നെല്ലും തിരിച്ചറിയട്ടെ. ഇനി ഇതിന്റെ അന്വേഷിക്കുമ്പോൾ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കണ്ട, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഭൂമി മുൻകാലങ്ങളിൽ എന്തായിരുന്നു എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. അവിടെ ഈ ശവം മറവ് ചെയ്യാനുള്ള ഒരു ഭൂമി ആയിരുന്നോ? ഈ വ്യക്തി ജോലി ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ കൂടെ അന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഈ വ്യക്തി 95 മുതൽ ജോലി ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ക്ഷേത്രമാകുമ്പോൾ ഒരു ശുചീകരണ തൊഴിലാളി ആയിരിക്കില്ലല്ലോ ഉണ്ടാകുന്നത്. അങ്ങനെ ഇത് മറ്റാർക്കെങ്കിലും അറിയാവുന്നതാണോ എന്നുള്ളത് അറിയണം. പിന്നെ ഈ കൊല്ലപ്പെട്ട വ്യക്തികൾ ആരായിരുന്നു, അവരുടെ DNA പരിശോധിക്കേണ്ടി വരും. കാരണം പഴക്കമുള്ള അസ്ഥികൂടങ്ങൾ 30 വർഷം പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രയാസകരമായിരിക്കും അത്. പിന്നെ ഇദ്ദേഹം പറയുന്നിടത്ത് കുഴിക്കുക എന്ന് പറയുമ്പോൾ ആ കുഴിക്കുന്ന സ്ഥലം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്ഥലവും, ആ സ്ഥലത്ത് നിന്ന് ഹിന്ദുക്കളുടെ ഒരു രീതി അനുസരിച്ചിട്ട് നമുക്ക് അതിനകത്തൊന്നും ഒരു വിരോധവും ഉള്ള ആളുകളല്ല. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ നമ്മൾ പറയുന്നവരാണ്. കാരണം നമ്മുടെ ഒരു മതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, നടന്നിട്ട് നിങ്ങൾ കുറ്റവും സത്യത. അപ്പൊ അവിടെ കുഴിക്കാൻ പറയുന്നു. അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. കാരണം ഈ ധർമ്മസ്ഥല ഒരുപാട് പേര് നോട്ടമിട്ടിരിക്കുന്ന പണ്ട് തൊട്ടേ ഉള്ള ഒരു സ്ഥലമാണിത്. കാരണം ഈ പറയുന്ന 10-25,000 പേർക്ക് എന്നും അന്നദാനം കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു ജൈന വിശ്വാസികളുടെ കേന്ദ്രമാണ്. നമ്മൾ തന്നെ പറയും, നമ്മുടെ പാപം മാറാൻ ധർമ്മസ്ഥലയിൽ പോയി കിടന്ന് അവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഈ ഒരു ജീവിതകാലത്തെ പാപം മാറുമെന്നാണ് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം. ഏതാണ്ട് അതേ ഒരു വിശ്വാസമാണ് അവിടെ. ഈ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സംഭവം വിശേഷം അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അതായത് ഹിന്ദു ആചാരപ്രകാരം നിങ്ങൾ അത് കുഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കുഴിച്ചു നോക്കുന്നതിന് നമ്മൾ പറയില്ല. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറ
ബി നിലവറയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ട്. അഗസ്ത്യ മുനിയുടെ സമാധിയാണ് ബി നിലവറ, അത് തുറക്കരുത്. രാജകുടുംബത്തിനെ തെറി പറയുന്നു, രാജഭക്തന്മാരാണ് ഇവന്മാരെന്ന് പറയുന്നു, രാജാവിന്റെ അടിമകളാണ്, ബി നിലവറ തുറക്കണം. അന്ന് ഇവിടെയുള്ള ആക്ടിവിസ്റ്റുകൾ ഇറങ്ങി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മളെപ്പോഴും പറഞ്ഞത്, ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം പറഞ്ഞത് തുറക്കട്ടെ, അത് തുറന്നോട്ടെ. ഫസ്റ്റ് ഇത് തുറന്നപ്പോൾ അവിടെ പുള്ളിയുടെ കൈ കീറി അവിടെ രക്തം വീണ് അശുദ്ധമായതിന് തൊട്ടാണ് പുള്ളി അതിന് തുറക്കണ്ടെന്ന് ഭയന്നു പോയി, പുള്ളി തുറക്കണ്ടെന്ന് പുറത്തിറങ്ങിയത്. എന്നിട്ട് ഇവര് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്നറിയാമോ? ബോംബ് വയ്ക്കാന്ന്. ഇത് ജാമായി പോയി, ബോംബ് വയ്ക്കാന്ന്. സീരിയസ്ലി കളിക്കില്ല കാര്യത്തില്. ഞാൻ ആ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. എടാ ഒരു ചെറിയൊരു ആനുകൂല്യം തന്നെന്ന് പറഞ്ഞ അമ്പലത്തിന്റെ അടിയിൽ കൊണ്ട് ബോംബ് വയ്ക്കാന്ന് പറയുന്നത് യവനെയൊക്കെ എന്തിനു ചെയ്യണമെന്ന്. കാരണം എന്നിട്ട് പോലും ഇവിടെ ഹൈന്ദവർക്ക് ഒരു പ്രതികരണമില്ല. എങ്ങനെയെങ്കിൽ തുറക്കട്ടെ, ഇവന്മാരെ നെഞ്ചിലെ കല്ല് അങ്ങനെ ഇറങ്ങുമെങ്കിൽ അങ്ങനെ ഇറങ്ങട്ടെ എന്നാണ് പറയുന്നത്. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അന്നദാനം കൊടുക്കുന്നത് വലിയ വിഷയമാണ്. പോരാത്തതിന് ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെമ്പിൾ, ഈ ക്ഷേത്രവുമായിട്ട് ട്രസ്റ്റുമായിട്ട് നടന്ന് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ ഈ തൊട്ടുകൂടായ്മ അമ്പലത്തിൽ അതിഭീകരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ദളിത് ആക്ടിവിസ്റ്റുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്കറിയാമല്ലോ, ദ പോപ്പുലർ ഫ്രണ്ട് ഷുഡ് എന്താണ് അവിടെ അതെ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവര് രംഗത്തെത്തി. ഇപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താ അറിയോ? ഈ അമ്പലത്തിന്റെ ഈ സ്ഥലം മുഴുവൻ ഹൈക്കോടതി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ പറഞ്ഞ് ഇവര് രംഗത്തെത്തുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൂടെ പോവാം. അതായത് ദക്ഷിണ കന്നഡയിലാണ്. ഈ ദക്ഷിണ കന്നഡയുടെ പ്രത്യേകത നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. പലപ്പോഴും അവിടെ വർഗീയത നടക്കുന്ന ഒരു ഏരിയയുമാണ്. അപ്പൊ അവിടെ ഏത് വിഭാഗം അവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ. പോപ്പുലർ ഫ്രണ്ട് സ്വാഭാവികമായി തന്നെ ഉണ്ടാകും, SDPI ഉണ്ടാകും, മറ്റു മതമൗലികവാദികൾ സംഘടന ഉണ്ടാകും. അവരിപ്പോൾ തൽക്കാലം സൈലന്റ് ആണ്, പ്രത്യക്ഷത്തിൽ അവരില്ല. പക്ഷെ അവര് മുന്നോട്ട് വെക്കുന്ന ചില ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ ഇവര് വെക്കും. കാരണം ഇവരെന്താ ഇപ്പോൾ മുൻപോട്ട് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പറയുന്നതിനോട് ഇപ്പൊ ജനത്തിനൊന്നും വലിയ വിശ്വാസതയില്ല. കാരണം ഇവര് വന്നത് പൊളിഞ്ഞൊടുങ്ങുമോ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ കലങ്ങിട്ട് എടുക്കാമെന്നുള്ളതാണ്. ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, സാധാരണ ഇപ്പോൾ വാർത്തയില്ലാത്തൊരു പഞ്ഞകാലമാണ് എല്ലാ മാധ്യമങ്ങൾക്കും, ലോകം മുഴുവൻ. ആ കാലഘട്ടത്തിലും ഇത്രയും നല്ല ഒരു വാർത്ത കിട്ടിയിട്ട് മുഖ്യധാര മാധ്യമങ്ങളൊന്നും അതിന്റെ പിന്നാലെ പോയില്ല. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ അത് ഒരു പരമ്പര തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ വലിയ ആദ്യം ഇന്ത്യ ടുഡേയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടിരുന്നത്. പിന്നീട് ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ അവരൊക്കെ ഒരു വാർത്ത ചെയ്ത് അവിടെ നിർത്തുകയാണ് ചെയ്തത്. ഫോളോ അപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്ന് പതുങ്ങി നിന്നത്. ഇത് എവിടം വരെ പോകും, ഇത് എന്താണ് എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഇതിനകത്ത് വിശ്വാസമുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കണക്കൂട്ടിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന അദ്ദേഹം ഡെഡ് ബോഡി മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ചിലപ്പോൾ ആ സ്ഥലത്ത് കുഴിച്ചിടുമ്പോൾ അത് കാണും. ഇനി ആ സ്ഥലം എന്താണെന്ന് അറിയണം. ഈ മരിച്ചവർ, ഇദ്ദേഹം കുഴിച്ചിട്ടൊരു വ്യക്തി കാണുമല്ലോ, അതിന്റെ ബോണെങ്കിലും കിട്ടുമല്ലോ. അതിൽ നിന്ന് DNA ടെസ്റ്റ് നടത്തി അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് മിസ്സിംഗ് കേസ് ആണോ അതോ സാധാരണഗതിയിൽ മരിച്ച ഒരാളെ മറവ് ചെയ്തതാണോ എന്നുള്ള കാര്യം അറിയണം. ഇനി ധർമ്മസ്ഥലയുടെ മറ്റൊരു കാര്യം കൂടെ പറയാം. അവിടെ ഈ വരുന്ന തീർത്ഥാടകർ അവിടെ അന്തി ഉറങ്ങാറുള്ളതുമാണ്. അതായത് ഈ എന്താ പറയുന്നത്, സാധാരണപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് എന്താ പറയുന്നത്, അനാഥരോ ഇല്ലെങ്കിൽ തീർത്ഥാടകരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഭിക്ഷാടകരായിട്ടുള്ള ഒരുപാട് പേരൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഭക്ഷണം അവിടെ എപ്പോഴും കിട്ടുന്നത് കൊണ്ട് ആണ്. ഇനി മറ്റൊന്ന്, ഇതിന്റെ ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു ആരോപണം വന്നിട്ടുണ്ട് ക്ഷേത്രത്തിനെതിരെ. കാരണം ഈ അന്നദാനം നടത്തുന്നുണ്ട് വലിയ ഫണ്ടാണിത്. കാരണം ഈ ജൈന വിഭാഗത്തിനിടയ്ക്ക്, ജൈന സമൂഹത്തിനിടയ്ക്ക് വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അവരും വലിയ രീതിയിൽ ഇതിനകത്ത് ഫണ്ട് ഇറക്കുന്നുണ്ട് ഈ അന്നദാനത്തിന്. അത് നമുക്കും ചെയ്യാം. നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അന്നദാനം നടത്തും. അങ്ങനെ വലിയൊരു ഫണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. അതായത് ഈ ഭരണസമിതിക്കകത്ത് തന്നെയുള്ള ചില തർക്കങ്ങളുണ്ടല്ലോ. ഈ പണവും അധികാരവും ഒക്കെ ആണല്ലോ എല്ലാ മനുഷ്യനെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നത്. അപ്പൊ അതുണ്ട് ഒന്ന്. പിന്നെ വസ്തുതർക്കം ഒന്നുണ്ട്, അതും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പൊ ഈ ജാതീയപരമായ കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് ഇപ്പൊ പൊങ്ങി വന്ന കാര്യങ്ങളാണ്. ഇത് വളരെ കൗതുകപരമായ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. മഹാരാഷ്ട്രയിൽ ഒരു ശനീശ്വര ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ശനീശ്വര ക്ഷേത്രത്തിൽ സ്ത്രീകളെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ എന്താണ് അവർ എന്ത് ദേശായിയാണ് ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, തൃപ്തി ദേശായി. ഈ തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ അവിടെ നടന്നു. പക്ഷെ വളരെ കൗതുകകരമായ കാര്യം, ആ മഹാരാഷ്ട്രയിലും ആ ക്ഷേത്രത്തിനടുത്തുള്ള ഒരൊറ്റ സ്ത്രീകൾ ഇതിലൊന്നും പങ്കെടുത്തില്ല. അങ്ങനെ കോടതി വിധി വന്നിട്ട് കോടതി പറഞ്ഞു സ്ത്രീകളെ കയറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് ചെയ്തത്, പുരുഷന്മാരെ മാത്രമേ കയറ്റൂ. അവിടെ ഈ എണ്ണ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭഗവാന്റെ ശിവലിംഗത്തിന്റെ മുകളിൽ എണ്ണ അഭിഷേകം ചെയ്യുമ്പോൾ ശനിദോഷം മാറും. അതാണ് ശനീശ്വര ക്ഷേത്രം. അവിടെ എന്ത് പറ്റി? അപ്പോ ഒരു കാര്യം ചെയ്തു, എല്ലാവർക്കും കൂടി ഒരു കോമൺ നിയമം കോടതി പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, അവിടെ ഒരു പാത്തി വെച്ചു.
ഈ എണ്ണ ഒഴുകാൻ വേണ്ടിട്ട് ഒരു പാത്തി, അവിടെ കൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ എണ്ണ ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് പോകാം, സ്ത്രീകൾക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞു. ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരൊറ്റ മറാത്തി സ്ത്രീകളില്ലായിരുന്നു, ഒരൊറ്റ മറ്റു സ്ത്രീകളില്ലായിരുന്നു. ആകെ അവിടെ വന്നത് ബെരലിലെണ്ണാവുന്ന തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിൽ ബെരലിലെണ്ണാവുന്ന ചില ആക്ടിവിസ്റ്റുകൾ വന്നു. അവിടുത്തെ സ്ത്രീകൾ അവരെ നേരിട്ടത് എങ്ങനെയാണെന്നറിയാം? ചൂലെടുത്തുകൊണ്ടാണ് നേരിട്ടത്. അവര് പറഞ്ഞത് ഞങ്ങളുടെ ക്ഷേത്രം, ഞങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ഇവിടം വരെ പറഞ്ഞതൊക്കെ നിന്ന് ഇവിടെ തൊഴേണ്ടതും പൂജിക്കേണ്ടതും ഒക്കെ ഞങ്ങളാ, നിങ്ങളല്ല. എവിടുന്നോ വന്ന് നിങ്ങൾ ഈ കോലാഹലം കാണിച്ച് ഇവിടം വരെ എത്തിച്ചു. നിങ്ങൾക്ക് ഇനി ഇതിന്റെ മുകളിലോട്ട് കയറി നിൽക്കരുതെന്ന് പറഞ്ഞു. അവിടുന്ന് തൃപ്തി ദേശായി ഓടി ഓട്ടോ ആണ്. പിന്നീടാണ് ശബരിമല വന്നിട്ട് തലയിടാതെ പോയതിന്റെ കാര്യം അതാ. ഇല്ലെങ്കിൽ ശബരിമലയിൽ ഇടേണ്ടതാ. പുരി ജഗന്നാഥ ക്ഷേത്രം എന്താണ് അവിടെ സംഭവിച്ചത്? അവിടുത്തെ വാതിലുകൾ അടച്ചിട്ടു ഇവന്മാര്. 4 വാതിലുകളുണ്ട്. ഈ 4 വാതിലുകൾ ഇപ്പോൾ BJP സർക്കാർ കയറിയപ്പോഴാണ് തുറന്നു കൊടുത്തത്. ഈ 4 വാതിലുകളിൽ 3 വാതിലുകൾ ഇവർ അടപ്പിച്ചിട്ട് ഇവര് സ്ത്രീകൾക്ക് അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ തിക്കും തിരക്കും ഉണ്ടാകില്ലായിരുന്നു ഈ 4 വാതിൽ തുറന്നിരുന്നെങ്കിൽ. പക്ഷെ ഇവർ ചെയ്ത പണി വെച്ചാൽ അവിടെ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ പുരുഷന്മാർക്കും അതിനുശേഷം സ്ത്രീകൾക്കും ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാതിലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് പോലത്തെ വാതിലല്ല ക്ഷേത്രത്തിന്റെ എന്നുള്ളത് ക്ഷേത്രത്തിൽ പോയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു ചെറിയ വാതിലായിരിക്കും അതിട്ടാകുക. അപ്പൊ അതിൽ കൂടെ കടന്നു പോകാൻ കഴിയുന്ന ഉണ്ട്. അപ്പൊ 2 കൂട്ടർക്ക് കടന്നു പോകണ്ട. പുരുഷനും സ്ത്രീയും ആണെങ്കിൽ 2ആയിട്ട് പോകട്ടെ. അതായത് അവർക്ക് മാത്രമാകുമ്പോൾ അവർക്കൊരു മുൻഗണന ഇട്ടു, പുരുഷന്മാർക്ക് മാത്രം. അപ്പൊ അങ്ങനെ ഒരു രീതി വന്നു. ഇത് പിന്നീട് വലിയ വിവാദമായി മാറുകയും സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിഷയമാകുകയും ചെയ്തു. കോടതി ചെന്നപ്പോ കോടതിക്ക് കാര്യം മനസ്സിലായി. കോടതി പറഞ്ഞു, ഇടവേ ആ 4 വാതിലുകൾ അടച്ചിട്ടാരാ? അവിടുത്തെ സർക്കാരുകളല്ലേ. ആ വാതിൽ തുറന്നു വെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് തൊഴാൻ മേലെ എന്ന് പറഞ്ഞു. BJP ഈ ഇലക്ഷന് മത്സരിച്ചപ്പോൾ അവരുടെ പ്രധാന അജണ്ടകളിൽ ഒന്ന്, അവര് ജനങ്ങളോട് പറഞ്ഞൊരു വാഗ്ദാനങ്ങളിൽ ഒന്ന്, ഞങ്ങൾ അധികാരത്തിൽ ഏറിയാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ 4 വാതിലുകൾ ഞങ്ങൾ തുറന്നിടും, എല്ലാ ഭക്തർക്കും വരാം. ഒരു കുഴപ്പമിപ്പോ ഇല്ലല്ലോ അവിടെ. അതായത് ഈ ആചാരങ്ങളെ ക്ഷേത്രങ്ങൾ തകർക്കാൻ ഒരു ഗ്യാങ് ഇതിനകത്ത് ആരൊക്കെയാണെന്നുള്ളത് അധികം വൈകാതെ കുറച്ച് ദിവസത്തിനുള്ളിൽ പുറത്തു വരും. ഒന്ന്, ഇതൊരു ജെനുവിൻ കേസാണെങ്കിൽ അത് തെളിയേണ്ടത് തന്നെയാണ്, കുറ്റവാളികളെ പിടികൂടേണ്ടത് തന്നെയാണ്. 2, ഇതിന്റെ പിന്നിൽ ഈ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട ലോബി ഉണ്ടോ? 3, ഈ ക്ഷേത്രം തകർക്കാനായി കാത്തിരിക്കുന്ന ഒരു വലിയ മറ്റ് ശക്തികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. 4, ഇതിനകത്ത് ഭരണസമിതിയിൽ ഉള്ളവർ തമ്മിലുള്ള കുടിപ്പകയും തർക്കവും ഇതിൽ കാരണമായിട്ടുണ്ടോ? 5, ഈ ഭൂമി പരമ്പരാഗതമായി എന്തായിരുന്നു? കാരണം ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഇത് എന്തായിരുന്നു എന്നുള്ളതും അറിയണം. ഇത് ആരുടെയൊക്കെ ഭൂമിയായിരുന്നു, എങ്ങനെ ഇവിടെ വന്നു എന്നറിയണം. പിന്നെ ഈ ദുരൂഹത, ഈ കേസുകളുടെ എല്ലാം ഇതിനിപ്പോ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ആക്സിഡന്റ് കേസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ദുരൂഹത എന്ന് നീങ്ങുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അതിൽ ഈ ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞ് എത്ര വർഷം മുമ്പോട്ട് പോകും? ഇത് എവിടൊക്കെയാണ് കുഴിച്ചിട്ടതെന്ന് കണ്ടെത്തുന്നു, ഓരോരുത്തരുടെ പരാതി വരുന്നു, അത് കണ്ടെത്തുന്നു, അതിന് DNA പരിശോധന നടത്തുന്നു. ഇത് എത്ര കാലം നീണ്ടുപോകും? നമ്മുടെ ഒരു സിസ്റ്റം അറിയാമല്ലോ. ഏതായാലും ഇതിന് മിഷനറി ഒന്നും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് എങ്ങനെ പോകും എന്താണെന്ന് അറിയില്ല. ഏതായാലും അന്വേഷണം നടക്കട്ടെ. കാരണം ഇതിന്റെ ഒരു പുകമറ മാറേണ്ടതായിട്ടുണ്ട്. കാരണം ധർമ്മസ്ഥല എന്ന് പറയുന്നത് വേൾഡ് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ഭക്തന്മാരും ഒക്കെ അത് അവരുടെ മനസ്സിലൊരു മുറിവാകും, ഒരു ഭയപ്പാടുണ്ടാക്കും. അതുണ്ടാകും. കാരണം അത് വിശ്വാസത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ഒരു ഫേമസ് ടെമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം മുമ്പോട്ട് പോകട്ടെ, നിജസ്ഥിതി അറിയട്ടെ, എത്രയും പെട്ടെന്ന് അന്വേഷണം പുരോഗമിക്കട്ടെ. നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ചിട്ടാണ് പറയുന്നത് ഈ അന്വേഷണം എന്ന് തീരാനാണെന്ന് ചോദിക്കുന്നത്. പക്ഷെ അന്വേഷണം എത്രയും പെട്ടെന്ന് തീരണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. ഇതിനകത്ത് ഒരു പക്ഷവും പിടിക്കാനൊന്നും നമ്മളില്ല. സത്യം എവിടെയായാലും അറിയുക തന്നെ വേണം. ഇങ്ങനെ പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഹിന്ദുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. കാരണം ഉദാഹരണത്തിന് നമ്മുടെ നിയമപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അമ്പലത്തിലൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനടക്കം പറയും തുറന്നു നോക്കട്ടെ, അത് പരിശോധിക്കട്ടെ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കൂടെ അറിയണമല്ലോ. പക്ഷേ ഇതുവരെ ഇയാളുടെ മൊഴി മാത്രമാണ് ഇതിൽ സംഭവമായിട്ട് വന്നിരിക്കുന്നത്. യാതൊരുവിധ തെളിവും കിട്ടിയിട്ടില്ല, അമ്പലവും എല്ലാം ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇയാൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസ് തന്നെ പറയുന്നത് വിശ്വാസയോഗ്യമല്ല. ഇതൊരു സിനിമാ കഥ പോലെ എന്തിനു പറയുന്നു? നമ്മുടെ മാധ്യമങ്ങൾ വരെ അവിടെ ചെന്നെന്ന് പറയുന്നത് ഇതെന്തോടെ സിനിമയാണോ ഇത് എന്നാണ് മാധ്യമങ്ങൾ പോലും ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ അന്വേഷണങ്ങൾ നടക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. കാരണം കോടതിയിലും ഭരണഘടനയിലും ഒക്കെയാണ് നമുക്ക് വിശ്വാസം. സ്വാഭാവികമായിട്ടും ഹിന്ദു വിശ്വാസം നമ്മുടെ ജീവാത്മാവും പരമാത്മാവും ആണെങ്കിലും അതിന് മുകളിലാണ് ഇന്ത്യയുടെ ഭരണഘടനയും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.